നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പലർക്കും ഫസ്റ്റ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാതെ സെക്കൻഡ് ഗിയറിൽ തന്നെ റേസ് ചെയ്ത് എടുക്കാനുള്ളൊരു ശീലം കുറച്ച് കൂടുതലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന അനസ് P1251 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, ട്രാഫിക്കിൽ സെക്കൻഡ് ഗിയറിലിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാനുള്ള സ്പീഡ് ആവാത്ത സാഹചര്യമാണെങ്കിൽ പ്ലീസ്. ഷുവർ ആയിട്ടും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ തന്നെ പോവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വാഹനം ജെർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡ് ഒരു അല്പം കൂടുതലുണ്ട്, എന്നാൽ സെക്കൻഡ് ഗിയറിൻ്റെ സ്പീഡിലോട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലോട്ട് തന്നെ വാഹനം എൻഗേജ് ചെയ്യണം. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഫസ്റ്റ് ഗിയറിനെ കഴിഞ്ഞും സ്പീഡ് കൂടുതലുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡിൽ തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന തെറ്റായൊരു രീതിയാണ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ക്ലച്ചിന് വെയർ കൂടും. കാരണം ക്ലച്ചിന് തേയ്മാനം കൂടും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഹാഫ് ക്ലച്ചിലോട്ട് നിർത്തും. അതായത് ഫുള്ള് ക്ലച്ച് റിലീസ് ചെയ്തില്ല, ഹാഫ് ക്ലച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്. ആക്സിലറേറ്റർ കൂടുതൽ കൊടുക്കും. അതായത് കൂടുതൽ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ബേണിങ് കൂടും. അതായത് ക്ലച്ച് കത്താനുള്ളൊരു പ്രശ്നമാണ് അവിടെ കൂടുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ കാര്യം ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്നൊരു കാര്യം, നിർത്തിയിട്ടിട്ടാണെങ്കിലും നിർത്തിയെടുത്ത് എടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് ട്രാഫിക്ക് നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാറ്റാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും സെക്കൻഡിലിട്ട് ക്ലച്ച് പതുക്കെ വിട്ടുകൊണ്ട് ആക്സിലറേറ്റർ നന്നായിട്ട് അങ്ങ് റേസ് ചെയ്ത്, അതായത് എരപ്പിച്ച് കയറുക എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അത് തെറ്റായൊരു രീതിയാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും, ക്ലച്ച് ഹീറ്റാകും, ക്ലച്ച് ടൈറ്റ് ആകും, കട്ടി വരെ ആയിപ്പോകും. അതുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചൊക്കെ ടൈറ്റ് ആയി പോകുന്നതിൻ്റെ കാര്യം. ഇതുപോലെ ഓവറായിട്ട് ഹീറ്റ് ആകുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടേണ്ട സ്ഥലത്ത് ഫസ്റ്റ് ഗിയർ തന്നെ ഇടണം. ഫസ്റ്റ് ഗിയർ ഇട്ടെടുക്കുക, അങ്ങനെ തന്നെ ശീലിക്കുക. അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ക്ലച്ച് ഹീറ്റ് ആകത്തില്ല, ക്ലച്ച് ടൈറ്റ് വരത്തില്ല, ജെർക്കിംഗ് ഉണ്ടാകത്തില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വാഹനത്തിൽ കുറയും. ഈ ജെർക്കിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ ഫസ്റ്റ് ഗിയർ എടുക്കുമ്പോഴത്തേക്കും വാഹനം മൊത്തം കിടന്ന് ജെർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതെല്ലാം ക്ലച്ച് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡ് കഴിഞ്ഞും കൂടുതലായിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടെ ഫസ്റ്റ് ഗിയർ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ഫസ്റ്റ് ഗിയർ ഇട്ട് പതുക്കെ ഹാഫ് ക്ലച്ച് എടുക്കുന്ന പോലെ തന്നെ ഹാഫ് ക്ലച്ച് എടുത്ത് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനം ജെർക്ക് ചെയ്യാതെ സ്മൂത്തായിട്ട് കയറി പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ ഇടേണ്ട സ്ഥാനത്ത് ഫസ്റ്റ് ഗിയർ തന്നെ ഇടുക. ഇനി അത്യാവശ്യം സ്പീഡുണ്ട്, ഒരു 10 കിലോമീറ്റർ സ്പീഡ് അടുപ്പിച്ചുണ്ട്, എന്നാൽ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഈ പറയുന്ന പോലെ ഹാഫ് ക്ലച്ച് എടുത്ത് തന്നെ എടുക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. പക്ഷേ സ്പീഡ് കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഗിയറിലോട്ട് മാറിയിരിക്കണം.